ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ വോക്സ്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഹാഹം കഹാത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി സീരിയൽ മലയാളത്തിലേക്ക് കാണാമറയത്ത് എന്നുള്ള പേരിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂര്യ ടി വിയിലാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവർ അത് പകുതി വെച്ചിട്ട് നിർത്തിപ്പോയി. അപ്പോൾ ആ ഒരു സീരിയലാണ് ഇന്നിവിടെ തുടങ്ങി വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ഭരിച്ചർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഷൂട്ടിംഗ് സെറ്റാണ്. അവിടെ ഇന്ത്യൻ ആർമിയുടെ പരസ്യത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായിക. അപ്പോൾ നായികനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പാർവതിയുടെ കഥ എന്ന് പറഞ്ഞ് ആ പേരിലുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു TV സീരിയലിലെ ആക്ട്രസ്സാണ്. അവളുടെ പേര് സോനാക്ഷി എന്നാണ്. പക്ഷേ അവൾ അറിയപ്പെടുന്നത് അവളുടെ ആ സീരിയലിലത്തെ പേരായിട്ടുള്ള പാർവതി എന്ന പേരിലാണ്. അപ്പോൾ അവൾ ആ പരസ്യത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൂടെ അഭിനയിച്ചവരൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ നിങ്ങളുടെ സീരിയൽ മുടങ്ങാതെ തന്നെ കാണാറുണ്ട് എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ഡയറക്ടർ വന്നിട്ട് ഇതിന് അഭിനയിച്ചതിനുള്ള പൈസ കൊടുക്കുമ്പോൾ അവൾ അത് വാങ്ങുന്നില്ല. അവൾ പറയാണ് ഞാൻ ഇന്ത്യൻ ആർമിക്കും പിന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്ക് അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ പൈസ വാങ്ങാറില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അത് വാങ്ങാതെ തന്നെ അവൾ പോവാണ്. അപ്പോൾ അവൾ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ അവർ ചെയ്തതിനുള്ള പൈസ കൊടുക്കുമ്പോൾ അവരത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. മാഡം എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ലല്ലോ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളും എന്തായാലും പൈസ വാങ്ങിക്കുന്നില്ല എന്ന് തന്നെ അവർ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ പോകാൻ വേണ്ടി കാറ് തുറക്കുന്ന ആ സമയത്തായിരിക്കും അവളുടെ ഫ്രണ്ടായിട്ടുള്ള അവളുടെ പോലെ തന്നെ ഒരു TV ആക്ട്രസ് ആണ്. അപ്പോൾ അവർ വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ആ കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നെ അവളുടെ തന്നെ ജീവിതം നമ്മളോട് പറയുന്ന രീതിയിലാണ് സീൻ കാണിച്ചിരിക്കുന്നത്. അവളുടെ പേര് സോനാക്ഷി രസ്തോഗി എന്നാണ്. അവൾ വലിയ TV സീരിയൽ ആക്ട്രസ് ആണ്. അവളുടെ സീരിയൽ പാർവതിയുടെ കഥ എന്നുള്ള ആ സീരിയലാണ് 3 വർഷമായിട്ട് സക്സസ്ഫുള്ളി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സീരിയലാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ അവൾ പറയാണ് ഈ TV സീരിയൽ ആക്ട്രസിൻ്റെ ജീവിതം എല്ലാവരും വിചാരിക്കും വളരെ എളുപ്പമാണെന്നൊക്കെ, പക്ഷേ അതിൻ്റെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വളരെ തിരക്ക് പിടിച്ച ജീവിതമാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ കാറിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും ടൈം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൽ കിടക്കുന്നുണ്ട്. ഇന്നത്തെ സീനിൽ കാണിക്കുന്നത് ഈ കഥയിലെ നായകനെ തന്നെയാണ്. അവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ തന്നെ ഒരു ഹാർട്ട് സർജനായിട്ട് ഡോക്ടറായിട്ടാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സ് അവനോട് പറയുകയാണ് എല്ലാ പെണ്ണുങ്ങളും നിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കല്യാണം ഏതായാലും കഴിഞ്ഞു, അപ്പോൾ നീ എന്തായാലും കല്യാണം കഴിക്കേണ്ട, ജസ്റ്റ് ഒരു ഗേൾ ഫ്രണ്ടിനെങ്കിലും നിനക്ക് സെറ്റാക്കി കൂടെ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകൻ്റെ പേരെന്ന് പറയുമ്പോൾ രോഹിത് സിപ്പി എന്നാണ്. മലയാളത്തിൽ ഇവരുടെ സർനെയിം വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഹിന്ദി റിലേറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോസ് കണ്ടിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദിയിലുള്ള പേരായിരിക്കും ഇതിൽ ഉണ്ടാവുക. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് രോഹിത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സോനാക്ഷിയുടെ കാറും അവൻ്റെ ആ ബൈക്കും തമ്മിൽ ചെറിയ രീതിക്ക് ആക്സിഡൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ സോനാക്ഷിയുടെ ആ ഡ്രൈവറുടെ കയ്യിലാവും തെറ്റുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ വീണെടുത്ത് നിന്ന് എണീച്ചിട്ട് അയാളെ ചീത്ത പറയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സോനാക്ഷിയോട് ആ ഡ്രൈവർ ഇറങ്ങണ്ടെന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ അവൾ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ വന്നിട്ട് അയാളെ ചീത്ത പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാൾ ഇങ്ങനെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ക്ഷമിച്ചിട്ട് കുഴപ്പമില്ല, ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കണമെന്ന് അയാളോട് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ ഉള്ളിൽ ഒരു പെണ്ണ് ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുഖം അവൻ കാണുന്നില്ല. അപ്പോൾ അവൻ അത് ശ്രദ്ധിക്കാതെ തന്നെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിലെത്തുന്നുണ്ട്. വലിയ ഒരു കൊട്ടാരം പോലത്തെ വീടാവും. അവർക്ക് കീഴിൽ ഒരുപാട് ജോലിക്കാരും ആ വീട്ടിലുണ്ടാവും. അപ്പോൾ രോഹിത് അവിടെ വന്നതും അവൻ്റെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും വന്നിട്ട് അവനോട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പേരിൽ ഒരു ന്യൂസ് പത്രത്തിൽ വന്നിട്ടുണ്ട് അവന് 100% ഡോക്ടറാണ്, അതായത് 100% വളരെ കഴിവുള്ളൊരു ഡോക്ടറാണ്. അവൻ ഓപ്പൺ ഹാർട്ട് സർജറിയിൽ സാപ്പിയൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഒരു കഴിവുള്ള ഡോക്ടറാണെന്ന് തെളിയിച്ചു എന്നാവും ആ പത്രത്തിൽ ഉണ്ടാവുക. അവൻ്റെ മുത്തശ്ശിയും ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവനോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അവന് എന്തോ വിഷമം ഉള്ളിലുണ്ടെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതിനുശേഷം അവർ എല്ലാവരും കൂടി ചർച്ച നടത്തുകയാണ്. അവരുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ പുതിയ ഒരു വിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് ഏത് സെലിബ്രിറ്റീനെയാണ് വിളിക്കാമെന്ന് അവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു വെങ്കിടേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ എതിർക്കുകയാണ്. എന്ത് ഡോക്ടറോ, അതൊന്നും നമ്മുടെ ഹോസ്പിറ്റലിന് അത്ര പബ്ലിസിറ്റി ഒന്നും കിട്ടില്ല, അവർ വന്നിട്ടൊന്നും കാര്യമില്ല എന്ന് തന്നെ അവർ പറയുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ അങ്കിളായിട്ടുള്ള യാഷ് വന്നിട്ട് അമ്മൂമ്മയോട് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒരു TV സീരിയൽ ആക്ട്രസിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ന്യൂസ് പേപ്പറിലുള്ള സോനാക്ഷിയുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ സ്ത്രീ ഉണ്ടല്ലോ വളരെ ഫേമസ് ആണ്, പാർവതിയുടെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിലൂടെ എല്ലാ ആൾക്കാരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഇനാഗുറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരാം, അപ്പോൾ കുറേ പബ്ലിസിറ്റി ഒക്കെ കിട്ടുമെന്ന് അമ്മൂമ്മയോട് ആൾ പറയുന്നുണ്ട്. സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സോനാക്ഷിയുടെ വീടാണ്. അവളുടെ അമ്മ ഒരു ബിസിനസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, എൻ്റെ മോള് വലിയൊരു TV സീരിയൽ ആക്ട്രസ് ആണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത്ര ചെറിയൊരു തുകയ്ക്കൊന്നും നിങ്ങളുടെ അവിടേക്ക് ഇനാഗുറേഷന് വരാനോ ഒന്നിനും പറ്റില്ല, അപ്പോൾ പൈസ കൂട്ടി തന്നാലേ ഞങ്ങൾ വരുള്ളൂ എന്നൊക്കെ ആ അമ്മ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തായിരിക്കും സോനാക്ഷി അങ്ങോട്ട് കയറി വരുന്നതും. എന്നിട്ട് അവൾ വന്നിട്ട് ഫാൻസിൻ്റെ കമൻസ് ഒക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടാവും, മെസ്സേജസ് ഒക്കെ വായിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോഴും ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇപ്പോൾ വലിയ TV സീരിയൽ ആക്ട്രസ് ആണ്, നീ അത് മറക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മേ എന്നെ ഇവരല്ല ഇത്ര വലിയ ഒരു പദവിയിലാക്കിയതെന്ന് പറയുമ്പോൾ അമ്മ ദേഷ്യം വന്നിട്ട് പറയാണ്, നിൻ്റെ ഈ ഉയർച്ചയ്ക്കും നീ ഇത്ര ഫേമസ് ആവാനുള്ള കാരണം ഞാനാണ്, അല്ലാണ്ട് നിൻ്റെ ഫാൻസ് ഒന്നല്ല, നീ അത് മറക്കണ്ട എന്ന് അമ്മ ദേഷ്യത്തോടെ അവളോട് പറയാൻ. പിന്നെ രോഹിത്തിൻ്റെ വീട് തന്നെയാണ് കാണിക്കുന്നത്. യാഷ അമ്മൂമ്മയ്ക്ക് സോനാക്ഷിയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂമ്മ അത് കണ്ടിട്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് മീഡിയ കവറേജ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അപ്പുറത്ത് നിന്നിരുന്ന അവിടുത്തെ സർവൻറ്റ് വേറൊരു സർവൻറ്റിനോട് പറയാണ്, അല്ല അമ്മൂമ്മ എന്തിനാ ഇങ്ങനെ മുഖം ചുളിക്കുന്നത്, ഒന്ന് പോയി പറയ്, ആ സോനാക്ഷി എന്ന് പറയുന്നത് ദേവിയാണ്, ദേവി ഇവിടെ വന്നാൽ നല്ലതേ ഉണ്ടാവും എന്ന് പോയി പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സർവൻറ്റ്സ് വരെ അവളുടെ വലിയ ഫാൻസ് ആവും. അതിനുശേഷം സോനാക്ഷി അവളുടെ അമ്മയ്ക്ക് ഫാൻസിൻ്റെ മെസ്സേജ് വായിച്ചു കൊടുക്കാനാണ് കാണിക്കുന്നത്. അമ്മ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത് അമ്മ കൂടി ഒന്ന് കേട്ട് നോക്കുമെന്ന് അവൾ പറഞ്ഞിട്ട് ആ മെസ്സേജ് വായിക്കുകയാണ്. രണ്ട് വ്യക്തികളുടെ ജീവിതം ഒരുപാട് വ്യത്യസ്തമായാലും അവർ രണ്ടുപേരും ഒന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ വെറും സമയം മാത്രമാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്, ശരിക്കുള്ള സമയമായാൽ അതെന്തായാലും അവരൊന്നിക്ക് തന്നെ ചെയ്യും എന്നുള്ള ആ മെസ്സേജാണ് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അമ്മ ചിരിച്ചിട്ട് പറയുന്നത്, എനിക്ക് എന്താ പ്രാന്താണോ ഇതൊക്കെ വായിച്ചിട്ട്, എനിക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പണിയിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ അവൾ തിരക്ക് പിടിച്ചിട്ട് അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവളുടെ അനിയത്തി മദ്യപിച്ചിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്, നീ ഇതുവരെ ഈ രാത്രിയൊക്കെ നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ അതിൽ വന്നിട്ട് ഇടപെടുകയാണ്, ഞാനാണ് അവളെ ഒരു പാർട്ടിക്ക് പറഞ്ഞയച്ചത്, അവിടെ വലിയ വലിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അവർ വഴി ഇവൾക്ക് എന്തായാലും ഫിലിമിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ പറഞ്ഞയച്ചതെന്നൊക്കെ പറയുമ്പോൾ അമ്മോടും സോനാക്ഷി നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും വിടാൻ പാടില്ല അമ്മയെന്ന് പറയുമ്പോൾ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ പണി നോക്കിയിട്ട് നീ ഷൂട്ടിങ്ങിന് പൊക്കോന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവളുടെ അനിയനും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ നീ പോയി പല്ല് തേക്കാൻ നോക്ക് ചെക്കാന്നൊക്കെ നന്നായിട്ട് സ്നേഹത്തോടെ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മോട് ഞാൻ വന്നതിന് ശേഷം എന്തായാലും പാറുവിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കണം അമ്മയെന്ന് അവൾ പറയാണ്. അവളുടെ അനിയത്തിയുടെ പേര് പാറു എന്നാണ്. അപ്പോൾ അങ്ങനെ അവൾ ഷൂട്ടിന് പോകുന്നുണ്ട്. ലിഫ്റ്റിൽ കയറുമ്പോൾ അവൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് പൈസ എന്ന് വെച്ചാൽ വളരെ ആർത്തിയാണ്, പക്ഷേ അതിനർത്ഥം സ്നേഹമില്ല എന്നൊന്നുമല്ല, പക്ഷെ പണത്തോട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അവൾ അവളുടെ അനിയനെ കുറിച്ച് പറയാണ്, അവൻ വളരെ സ്മാർട്ടാണ്, അവൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ആ ഫാൻ അയച്ച മെസ്സേജിനെ കുറിച്ച് അവൾ പറയാണ്, അത് അവളുടെ ജീവിതത്തിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ട് അവൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ, ശരിക്കും സമയമാണെങ്കിലോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, ശരിക്കും സമയമായാലും ഞങ്ങൾ തമ്മിൽ കണ്ടാലോ എന്നൊക്കെ അവൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ അവൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കാറിൽ പോകുമ്പോൾ കാർ കേടാവുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് അവൾ പോവുകയാണ്. അപ്പോൾ ആ ഓട്ടോക്കാരനും അവളുടെ വലിയ ഫാനാവും, അവളോട് നന്നായിട്ട് മിങ്കിൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അവളും അയാളോട് നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിലെത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ മാഡം, എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാനെന്ന് പറയുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലും അവൾ ഒരു ഫോട്ടോ അയാൾക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനെ കാണിക്കുകയാണ്. രോഹിത്ത് അവൻ്റെ ആ ന്യൂസ് വന്നിട്ടുള്ള ആ പേപ്പറും പിടിച്ചിട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ആ
സെപ്റ്റംബർ 26 ദിവസം 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് അവൻ ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം സോനാക്ഷിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചെവിയുടെ പിറകിൽ എന്താ ഒരു പാടുള്ളത്, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ ദിവസത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഈ സെപ്റ്റംബർ 26 ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം തന്നെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്ന രീതിയിലാണ് അത് കാണിക്കുന്നത്. പക്ഷേ അവൾ പെട്ടെന്ന് നിർത്തിയിട്ട് പറയാണ്, നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടേ അല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പിന്നെ ഞാൻ ഈ കഥ പറയാം, ഇപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. പിന്നെ രോഹിത്തിനെ കാണിക്കുകയാണ്. രോഹിത്ത് ആ പേപ്പറിൽ 100% ഡോക്ടർ എന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ, അത് വെട്ടിയിട്ട് 99% എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്ര കാലം വീഡിയോ ഇടാതിരുന്നത് ഈ ചാനലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.